ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു അടിപൊളി കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാണേ. നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട. അപ്പം ഞാൻ അതിനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അതിനിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്തിനാണെന്നറിയോ? ഉപ്പൊന്ന് കലങ്ങട്ടെ. ഉപ്പൊന്ന് കലങ്ങാൻ വേണ്ടി. ഇതിനകത്തോട്ട് അരിപ്പൊടി, ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ടേസ്റ്റി ഫുഡിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ടേസ്റ്റി ഫുഡ്. അപ്പോൾ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കട്ടെ. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. വെള്ളം ഇച്ചിരി കുറവാണ്. ഇച്ചിരി അല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിനെ നമുക്കിനി കൈ കൊണ്ടൊന്ന്, നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ് സംഭവം. കൈ കൊണ്ടൊന്ന് ഇളക്കി കുറച്ച് നേരം മാറ്റി വയ്ക്കാം നമുക്ക്. ചൂട്, ഭയങ്കര ചൂട്. അപ്പോൾ നല്ലോണം കുഴച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. ഓക്കെ. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കരിപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം എന്താ, ഞാൻ കരിപ്പെട്ടി ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകവും പൊടിച്ചെടുത്തിട്ടുണ്ട്. ജീരകം, അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാമേ. കുറച്ച് പഞ്ചസാര മതി ആവശ്യത്തിന്. ശർക്കരയ്ക്ക് ഓൾറെഡി മധുരമാണല്ലോ. ഒരല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കാം അതിനകത്ത്, ശകലം. ഓക്കെ. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം.
നമുക്കൊരു കിലോ മാവാണ്, അതിനകത്ത് ഞാൻ 3/4 കിലോ എടുത്തിട്ടുള്ളേ. അതാ ഈ തേങ്ങയും ശർക്കരയും പഞ്ചസാരയും ജീരകം എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനതിനെ കുഴച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പം ഞാൻ ഇഡ്ഡലിക്കുട്ടകത്തിനകത്തവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെള്ളം അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക്, എൻ്റെ മൊബൈൽ താഴെ വീഴല്ലേ, എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കോഴിക്കട്ട് ഉരുട്ടാം. ഇങ്ങനെ അങ്ങോട്ട് ബൗളുണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിങ്ങനെ ഒരു ബബിളായിട്ട് ഇങ്ങനെ ഒരു ഉരുളയുരുട്ടി നമുക്ക് വേവിക്കാൻ വയ്ക്കാവേ. വേവിച്ചിട്ട് കാണിക്കാം ഇനി. അപ്പം ഞാൻ ഇവിടെ ഇത്രയും കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് വെള്ളം തിളച്ചിരിക്കുവാണ്, അതിനകത്തോട്ട് പെറുക്കി വയ്ക്കട്ടെ കേട്ടോ. ഇത് അതിനകത്തോട്ട് പെറുക്കി വയ്ക്കാമേ. ഹായ്, അപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂടാ, ഭയങ്കര ചൂടാ പിള്ളേർ, വെച്ച് കഴിച്ച് നോക്കാവേ. അടിപൊളി, നല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.